സംസ്ഥാനത്ത് ഇത്തവണത്തെ SSLC പരീക്ഷകൾ പൂർത്തിയായി. പരീക്ഷ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. കളമശ്ശേരി VHSSൽ നിന്നും ആൻമരിയ സണ്ണി, കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മിഥില ബാലൻ എന്നിവർ ചേരുന്നു. ആദ്യം ആൻമരിയയിലേക്ക് പോകുന്നു. ആൻമരിയ, അപ്പോൾ പരീക്ഷകൾ പൂർത്തിയാക്കി, ഇനിയിപ്പോൾ സന്തോഷത്തിൻ്റെ അതോടൊപ്പം തന്നെ വിരഹത്തിൻ്റെ ഒക്കെ സൗഹൃദങ്ങൾ പിരിയുന്നതിൻ്റെ ഒക്കെ ഒരു കാലമൊക്കെയാണ്. അപ്പോൾ എന്താണ് അവിടുത്തെ കുട്ടികൾ പറയുന്നത്? ഹാഷ്മി, തീർച്ചയായും അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ നീണ്ടു നിന്ന ആ ഒരു വലിയ ടെൻഷൻ അങ്ങനെ ഒഴിവായിരിക്കുകയാണ്. SSLC പരീക്ഷ സമാപിച്ചിരിക്കുകയാണ്. ഈ പരീക്ഷ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ പോലും പലരുടെയും മുഖത്ത് നമുക്ക് ഒരു സങ്കടം കാണാനായിട്ട് സാധിക്കും. തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ ഇനി കാണാൻ പറ്റുമോ എന്നുള്ള വിഷമം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഇനിയൊക്കെ ഓരോരുത്തർ ഏത് സ്കൂളുകളിലായിരിക്കും എന്ന് ഇവർക്ക് പറയാനായിട്ട് സാധിക്കില്ല. നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച് ആ സ്കൂളുകളിലേക്ക് പോകുന്നവരുമുണ്ട്. അങ്ങനെ പക്ഷെ നമുക്ക് വേറൊരു കാഴ്ച കഴിയാനായിട്ട് സാധിക്കുന്നത് ഈ അധ്യാപകർ തന്നെയാണ് ഈ സ്കൂളിൽ നിന്നും, ക്ലാസ്സിൽ നിന്നും, പരീക്ഷാ ഹാളിൽ നിന്നും വിദ്യാർത്ഥികളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഉത്തരവ് നിലനിൽക്കുകയാണ്, വലിയ ആഘോഷങ്ങൾ പാടില്ല, മാതാപിതാക്കൾ തന്നെ വന്ന് കൊണ്ടുപോകണമെന്നുള്ള ഉത്തരവുണ്ട്. 11:15 എക്സാം കഴിഞ്ഞു. ഈ ഒരു സമയമായപ്പോഴത്തേനും തന്നെ വിദ്യാർത്ഥികളെ അവരവരുടെ മാതാപിതാക്കൾ വന്ന കുറേ വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. ഈ അവസാന നിമിഷമായിട്ട് ഇറങ്ങിയ വിദ്യാർത്ഥികളാണ് ഈ കാണുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കുക, ഇവരുടെ സന്തോഷം എങ്ങനെയുണ്ട്? പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റവും എളുപ്പം ഏതായിരുന്നു? ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊക്കെ ഒഴിവായില്ലേ? ഇനി ടെൻഷൻ ഉണ്ടോ? റിസൾട്ട് വരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ആകുലത ഉണ്ടോ? ഈ പരീക്ഷ കഴിഞ്ഞു, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഇനി സുഹൃത്തുക്കളെയൊക്കെ കാണാൻ പറ്റുമോ അറിയത്തില്ല. അവരെയൊക്കെ ഇങ്ങനെ വിട്ടു നിൽക്കണേന് നല്ല സങ്കടമുണ്ട്. ഇത്രയും നാളും കൂടെ, ഒരു വർഷം വിട്ട് കൂടെ ഉള്ളതല്ലേ. അപ്പം അവരിങ്ങനെ പെട്ടെന്ന് അവരെ കാണാതാകുമ്പോൾ ഉള്ള വിഷമമൊക്കെ ഉണ്ട്. പലരുടെയും മുഖത്ത് സങ്കടമുണ്ട്, പലർക്കും സന്തോഷമുണ്ട്, പരീക്ഷ കഴിഞ്ഞതിൻ്റെ സന്തോഷവുമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാവരും വളരെ ഹാപ്പിയാണ്. പലർക്കും പരീക്ഷകളെല്ലാം വളരെ എളുപ്പമായിരുന്നു. നമുക്കൊക്കെ പണ്ട് മാത്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും പേടിയായിരുന്നു, എനിക്കൊക്കെ പേടിയായിരുന്നു. പക്ഷേ ഈ കണക്ക് പരീക്ഷയൊക്കെ വളരെ സിമ്പിളായിട്ട് എഴുതിയ ആളുകളും ഉണ്ട്. മോനെ, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു, നന്നായിരുന്നു. ഏറ്റവും എളുപ്പം ഏതായിരുന്നു? എനിക്ക് മലയാളം, ഇംഗ്ലീഷ്, പിന്നെ ബയോളജിയൊക്കെ സിമ്പിളായിരുന്നു, നന്നായിട്ട് എഴുതി. ഫുൾ A+ കിട്ടുമോ? ഫുൾ A+ കിട്ടും. ഫുൾ A+ കിട്ടും. അങ്ങനെ ഈ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന കാഴ്ച വളരെ എനിക്ക് കണക്ക് ഭയങ്കര പേടിയായിരുന്നു. സൈൻ തീറ്റ, കോസ് തീറ്റ എന്ന് പറഞ്ഞ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ അമ്മോ ഓർക്കുമ്പോൾ തന്നെ പേടി, എപ്പോഴും ഓർക്കാനേ ഇഷ്ടമല്ല. കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മിഥില ബാലൻ കൂടി ചേർന്നുണ്ട്. മിഥില, സ്കൂൾ പൂട്ടുന്ന ദിവസമോ പരീക്ഷ കഴിഞ്ഞ ദിവസം ഏതെങ്കിലും തരത്തിൽ ആഘോഷം ഉണ്ടായിക്കൂടാ, മാത്രമല്ല എന്താണ് വിദ്യാർത്ഥികൾ കൂട്ടം കൂടി ഒന്നുകൂടാ, ആവശ്യമെങ്കിൽ ബാങ്ക് പരിശോധിക്കാം. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കണം അത്തരത്തിലൊരു ഉത്തരവിൻ്റെ രൂപത്തിലൊക്കെ ഇത്തരത്തിൽ എന്തോ ഒരു സംഘർഷാവസ്ഥയുടെ രൂപത്തിലൊക്കെ ഉത്തരവ് പറയുന്നത്. അത് നമ്മുടെ കാലത്തിൻ്റെ സങ്കടമാണ്. കുട്ടികൾ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? സ്കൂളുകൾ ഒഴിഞ്ഞു പോയി തുടങ്ങിയ കുട്ടികൾ ഹാഷ്മി, പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ ഓരോരുത്തരായി പുറത്തേക്ക് പോവുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, കർശന നിയന്ത്രണമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഗവൺമെൻറ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇവിടുത്തെ പ്രധാന അധ്യാപിക എനിക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ. ഇത്തവണ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഭയങ്കര നിയന്ത്രണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇപ്പോൾ രക്ഷിതാക്കൾ വന്നാൽ മാത്രമേ കുട്ടികളെ വിട്ടുകൊടുക്കുന്നുള്ളൂ? രക്ഷിതാക്കൾ വന്നാൽ മാത്രമേ കുട്ടികളെ വിടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഇത്ര ദിവസം പരീക്ഷ ഭംഗിയായി എഴുതി കുട്ടികൾ തന്നെ അക്രമാസക്തമാവുന്ന ഒരു ചുറ്റുപാടിലേക്ക് കാലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തനിയെ വിട്ട് കഴിഞ്ഞാൽ പുറത്ത് ഗേറ്റിൻ്റെ മുന്നിൽ സംഗമ ഭൂമിയാണ് പല സ്കൂൾസും. അടിപിടി ഉണ്ടാവും, ബഹളം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതൊന്ന് രക്ഷിക്കാനാണ് ഓരോ പേരൻ്റ് അവനവൻ്റെ കുട്ടികളെ കൂട്ടിക്കൊണ്ട്. പേരൻസ് വന്നാൽ വിടും, അല്ലേ ഞാൻ വിടില്ല. ഇത്ര ദിവസം നിന്ന സ്കൂളാണല്ലോ, അവിടെ നിന്നോട്ടെ. ഓരോ പേരൻ്റ് വന്ന് അവനവൻ്റെ കുട്ടിയെ കൂട്ടിപ്പോവാം. ഇനിയിപ്പോൾ 2 കുട്ടികൾ അടുത്തടുത്താണെങ്കിൽ ഒരു പേരൻ്റ് വന്നാൽ മതി. റെസ്പോൺസിബിലിറ്റിയാണ് അവരെ വിധിച്ച് ഭംഗിയായി വീട്ടിലെത്തിക്കുക എന്നുള്ളത്. തീർച്ചയായും ഹാഷ്മി, ഇത്തരത്തിലുള്ള നിയന്ത്രണം നമുക്കറിയാം. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഷഹബാസ് നമ്മളെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര ശുഭകരമായ ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഇവിടെ SLC പരീക്ഷ നടന്നത്. താമരശ്ശേരി മേഖലയിൽ കർശന നിർദ്ദേശങ്ങൾ. നമുക്കതിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ, നമുക്ക് കുട്ടികളെല്ലാം തന്നെ പുറത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് എക്സാം? അടിപൊളിയല്ലേ? ഓ, കുഴപ്പമില്ല. ഇനി വീട്ടിൽ പോണം, വിടണ്ടായിരുന്നു. ഇവിടെ രക്ഷിതാക്കൾ വന്നാൽ വിടുമെന്ന് പറഞ്ഞു. രക്ഷിതാക്കള് വാപ്പ ഗൾഫിലാണ്, ഞാൻ എന്താക്കാനാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല, അടിപൊളി പരീക്ഷ. 100 മാസം പൊട്ടു. തീർച്ചയായും ഇതാണ് കോഴിക്കോട് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാനുള്ള വാർത്തയും ദൃശ്യങ്ങളും എല്ലാം തന്നെ.